बोल सद्गुरु महाराज की जय। कृष्ण कृष्ण मुकुंद जनार्दना, कृष्ण गोविंद नारायण हरे। 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 अच्युतानंद गोविंद माधवा, अच्युतानंद गोविंद माधवा, अच्युतानंद गोविंद माधवा, अच्युतानंद गोविंद माधवा। सच्चिदानंद नारायण हरे, सच्चिदानंद नारायण हरे, सच्चिदानंद नारायण हरे, सच्चिदानंद नारायण हरे। गुरुनाथं तो न चैव सन्ततं, सद्गुरुनाथं तो न चैव सन्ततं। തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ, പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിടുവാൻ, നരജന്മം സഫലമാക്കിടുവാൻ। कृष्ण कृष्ण मुकुंद जनार्दना, कृष्ण कृष्ण मुकुंद जनार्दना, कृष्ण गोविंद नारायण हरे। अच्युतानंद गोविंद माधवा, सच्चिदानंद नारायण हरे। കൂടിയെല്ലാം ജനിക്കുന്ന നേരത്തും, കൂടിയെല്ലാം മരിക്കുന്ന നേരത്തും, മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനോ നാമൃത। കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ। അച്യുതാനന്द गोविंद माधव, सच्चिदानंद नारायण हरे, सच्चिदानंद नारायण हरे, सच्चिदानंद नारायण हरे। सर्वत्र गोविंद नाम संकीर्तनम, गोविंद गोविंद। बोल सद्गुरु महाराज की जय। गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः, गुरुः साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। जय बोल सद्गुरु महाराज की जय। നമുക്ക് സത്സംഗമാണ് പ്രധാനം. ആ സത്സംഗത്തിലൂടെ ഒരു ഗുരുകൃപയോടുകൂടി ഒരു ജീവൻ എങ്ങനെ മുന്നിലേക്ക് ചെല്ലും, അതാണ് ഭാഗവതത്തിൻ്റെ തുടക്കത്തിൽ നാരദൻ്റെ ചരിത്രത്തിൽ വർണ്ണിക്കുന്നു. പ്രഥമം മഹതാം സേവ തദ്ദയാപാത്രതാം തതഃ തേഷാം കൈങ്കര്യലാഭശ്ച തദുച്ഛിഷ്ടാന്നഭോജനം. പ്രഥമം മഹതാം സേവ, ആദ്യം ഒരു മഹാത്മാക്കളെ നമ്മൾ കാണും. പിന്നെ ആ മഹാത്മാക്കൾ, പല മഹാത്മാക്കളെ കാണുമ്പോൾ ഒരു മഹാത്മാ നമ്മളെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കും. തദ്ദയാപാത്രതാ തതഃ, ആ മഹാത്മാക്കളെ ദയയ്ക്ക് നമ്മൾ പാത്രമാകും. അപ്പോഴേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? തേഷാം കൈങ്കര്യലാഭശ്ച, തേഷാം കൈങ്കര്യലാഭശ്ച, മഹാത്മാക്കൾക്ക് കൈങ്കര്യം ചെയ്യാൻ ഉള്ള ഭാഗ്യം ഉണ്ടാവും.
അതിനുശേഷം തതുച്ഛിഷ്ടാന്ന ഭോജനം, മഹാത്മാക്കൾ കഴിച്ച പ്രസാദം നമുക്ക് കിട്ടും. നമ്മൾ വെറുതെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചാൽ അതിൻ്റെ പേര് ചോറ് എന്നാണ് പേര്. ഭഗവാനക്ക് നേദിച്ച ശേഷം അത് കഴിക്കുമ്പോൾ അതെന്താവും? പ്രസാദമാവും. ആ പ്രസാദം ഭക്തന്മാർക്ക് കൊടുത്ത ശേഷം പിന്നെ കഴിച്ചാൽ അത് മഹാപ്രസാദമാവും. അപ്പോൾ അത് അങ്ങനെ മഹാത്മാക്കളുടെ പ്രസാദം നമുക്ക് കഴിക്കുമ്പോഴാണ് അത് നമുക്ക് ചിത്തശുദ്ധി, ജ്ഞാനം ഒക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവേണ്ടേ. അതിനൊരു പാത്രം, നമ്മുടെ ചിത്തശുദ്ധമാക്കുന്ന ഒരു പ്രധാനമായ ഒരു കാരണം മഹാത്മാക്കളുടെ പ്രസാദ ഭക്ഷണം, തച്ചിഷ്ടാന്ന ഭോജനം. തമിഴ്നാട്ടിൽ ബോധേന്ദ്രസ്വാമികൾ, ഭഗവൻ നാമ ബോധേന്ദ്രസ്വാമികൾ ഒരു മഹാത്മാ ഉണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ ദിക്കിലും നാമം മഹിമ പ്രഭാഷണം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു ഗൃഹസ്ഥൻ വിളിച്ചു, നമ്മുടെ വീട്ടിൽ ഭിക്ഷ സ്വീകരിക്കണം. അദ്ദേഹം ചില നിയമം വച്ചിട്ടുണ്ട്. ഭിക്ഷ സ്വീകരിക്കാൻ പോകണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യും? അവർക്ക് രാമനാമം ഉപദേശിക്കും. അവർ 1,08,000 അത് ജപിച്ചാലേ അവരുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോകുള്ളൂ. അങ്ങനെ അദ്ദേഹം ഒരു നിയമം വച്ചിരുന്നു. കാരണം എല്ലാവരും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ ശരിയാവില്ലേ. കാരണം ഒരു വീട്ടിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അവരുടെ കിൽബിഷം പാപരൂപേന അന്നരൂപേന, അവരുടെ പാപം അന്നരൂപത്തിൽ നമ്മൾ കഴിക്കും. അതുകൊണ്ട് ചില വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്ന് ശാസ്ത്രം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ദീക്ഷിതസ്യ കദരീയസ്യ വൈദ്യസ്യ ഇങ്ങനെ ചില ആളുകളുണ്ട്. ഗണകസ്യ ജ്യോത്സ്യം നോക്കുന്നവരുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല. അതുപോലെ വൈദ്യന്മാരുടെ, ഡോക്ടറുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല. എന്താ കാരണം ചോദിച്ചാൽ അവർക്ക് അടുത്തവർക്ക് സങ്കടമുണ്ടെങ്കിൽ പൈസ കിട്ടുള്ളൂ. അപ്പോൾ അവരുടെ പൈസ അടുത്തവരുടെ സങ്കടത്തിൽ നിന്ന് പറഞ്ഞ പൈസയാണ്. എല്ലാവർക്കും രോഗം ഇല്ലേ പറഞ്ഞാലും ഡോക്ടർക്ക് കൊണ്ട് പൈസ അല്ലല്ലോ. അപ്പോൾ അടുത്തവരുടെ സങ്കടത്തിൽ ജീവിക്കുന്ന അവരുടെ ഭക്ഷണം കഴിക്കാൻ പാടില്ലേ. അതേപോലെ ഇത് പണ്ട് പറഞ്ഞതല്ലോ ഒന്നും. പിന്നെ ഇപ്പം ഈ കാലത്ത് പറയുന്നത് പിന്നെ പോലീസുകാരൻ, വക്കീൽ, ഇവരെ എല്ലാവരുടെ അടുത്തവരുടെ സങ്കടത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ എല്ലാ ദിക്കിലും ഭക്ഷണം, അത് ദീക്ഷിതനെയും പറഞ്ഞിട്ടുണ്ട്. ദീക്ഷിതും യജ്ഞം ചെയ്യുന്നുള്ളൂ. അവരുടെ ചില യജ്ഞത്തിൽ മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ, എല്ലാ സമയത്തിലും ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. ദീക്ഷിതസ്യ കദരീയസ്യ എന്നൊക്കെ. അതുപോലെ മഹാഭിഷിക്കൻ, അവരുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ലേ. എന്താ കാരണം? അവരുടെ വീട്ടിൽ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ആ സ്വഭാവം ഉണ്ടാകും. ഇങ്ങനെ ചില നിയമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മഹാത്മാക്കൾ പെട്ടെന്ന് എല്ലാ വീട്ടിലും കയറി പോകാറില്ലേ, അങ്ങനെ ഭക്ഷണം കഴിക്കാറില്ലേ. അതിനു മുമ്പ് ഇദ്ദേഹം അപ്പോൾ അവർ ശുദ്ധമാകണ്ടേ, അപ്പോലെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടി ആദ്യം അവർക്ക് നാമം ഉപദേശം കൊടുക്കും, രാമനാമം. അത് 1,08,000. നമ്മുടെ ശ്വാസം അങ്ങനെയാണ് കണക്ക് വെച്ചിരിക്കുന്നു, ഒരു ദിവസത്തിൻ്റെ ഏതോ കണക്ക്. അത് അനുസരിച്ച് അവർ അത് ജപിക്കണം. അങ്ങനെ ജപിച്ചാലേ ഭക്ഷണം കഴിക്കുള്ളൂ. അങ്ങനെ അദ്ദേഹം ഒരു വീട്ടിൽ ഉപദേശം കൊടുത്തു. പ്രസാദം കഴിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ മകൻ അവിടെ വന്നു. അവനക്ക് സംസാരിക്കാൻ വയ്യാത്ത കുട്ടിയാണ്. ഈ മഹാത്മാവിടെ ഇലയിൽ ഇരിക്കുന്ന ഭക്ഷണം കണ്ടപ്പോൾ ഇങ്ങനെ കൈ കാണിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് സങ്കടമായി. ഞാൻ നാമം ജപിച്ചാൽ മതി, എല്ലാവർക്കും സദ്ഗതി കിട്ടും, ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ കുട്ടിക്ക് നാമം ജപിക്കാൻ പറ്റില്ലല്ലോ, സംസാരിക്കാൻ വയ്യാത്ത കുട്ടിയായല്ലോ, ഈ കുട്ടി എങ്ങനെ രക്ഷപ്പെടും? അങ്ങനെ അദ്ദേഹം സങ്കടമായി. ഭക്ഷണം കഴിക്കാൻ ഇരുന്ന് ഒരു പിടി കുറച്ചേ കഴിച്ചിട്ടുള്ളൂ. പിന്നെ അദ്ദേഹം കഴിച്ചിട്ടില്ലേ, എഴുന്നേറ്റ് പോയി. അപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് പോയ ശേഷം പെട്ടെന്ന് ആ കുട്ടി അവിടെ ചാടി വന്നു, അദ്ദേഹത്തിൻ്റെ ഭക്ഷണം എടുത്ത് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം വാതിലിൽ വന്നപ്പോൾ ഗൃഹസ്ഥൻ പറഞ്ഞു, ഇതിനെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല, നല്ല പക്വതയുള്ള ഗൃഹസ്ഥനായതുകൊണ്ട് പറഞ്ഞു, പൂർവ്വജന്മത്തിൽ ഇനി കള്ളസാക്ഷി പറഞ്ഞ ആളായിരിക്കും, ഇവിടെ ജനിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കാൻ വയ്യാതെ പോയി. ആ കുട്ടിയുടെ പ്രാരബ്ധമാണ്, എൻ്റെ പ്രാരബ്ധം അങ്ങനെയാണ്, അത് കുഴപ്പമില്ല, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ വിഷമിക്കേണ്ട. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിനില്ല, ഈ കുട്ടി നാമം ജപിക്കാതെ എങ്ങനെ രക്ഷപ്പെടും, അത് ആലോചിച്ചാണ് ഞാൻ കരയുന്നു. അപ്പോൾ ഗൃഹസ്ഥൻ പറഞ്ഞു, ആ കുട്ടി രക്ഷപ്പെട്ടു. എന്നാൽ നിങ്ങൾ ഓർത്തല്ലേ ഈ കുട്ടി രക്ഷപ്പെടണമെന്ന്, നിങ്ങൾ വിചാരിച്ചില്ലേ? ഇതിൻ്റെ ഇടയിൽ രാമ 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 ശബ്ദം കേട്ടു.
എന്താ ശബ്ദം കൊണ്ട് ആ കുട്ടി ആ പ്രസാദം കഴിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാൻ തുടങ്ങി, രാമ 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 രാമ. അങ്ങനെ അതാണ് മഹാത്മാ തതുച്ഛിഷ്ടാന്ന ഭോജനം. ആ മഹാത്മാക്കളുടെ പ്രസാദം കഴിക്കുമ്പോൾ അത്രയും ഒരു മഹിമ. അതിനുശേഷം തദ്ധർമ്മേ അഭിരുചിസ്ഥാത്, പിന്നെയാണ് ഇങ്ങനെയുള്ള സത്കാര്യങ്ങളിൽ ചെല്ലാനുള്ള ബുദ്ധി വരുള്ളൂ. നല്ല ഭക്ഷണം കഴിച്ചാലും നല്ല ബുദ്ധി വരുള്ളൂ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ നല്ല ബുദ്ധി വരാത്ത കാരണം നല്ല ഭക്ഷണം കിട്ടുന്നില്ലേ എന്നാണ്. മുഴുവനും വീട്ടിൽ കഴിക്കുന്നില്ലല്ലോ, പുറത്തല്ലേ. പുറത്ത് കൊടുക്കുന്ന ഹോട്ടലൊക്കെ മെഷീനല്ലേ ഉണ്ടാക്കുന്നു. മെഷീനിന് കൃത്യമായിട്ട് റൗണ്ടായിട്ട് വട്ടമായിട്ട് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കും മെഷീൻ. അമ്മ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അൻപും പ്രേമയും ഉണ്ടാകും. മെഷീനിന് പ്രേമമൊന്നുമില്ലല്ലോ, ഇങ്ങനെ അത് കൊടുക്കണം. അപ്പോൾ അതിൽ ഒരു നല്ലതൊന്നും ഉണ്ടാവില്ലേ. അപ്പോൾ ആ മഹാത്മാക്കളുടെ പ്രസാദത്തിൻ്റെ മഹിമ. അതിനുശേഷമേ തദ്ധർമ്മേ അഭിരുചിസ്ഥാത്. അപ്പോൾ കഥാശ്രവണ ഭക്തി, അതിനുശേഷമേ കഥ കേൾക്കാൻ തോന്നുള്ളൂ. കഥ കേൾക്കുമ്പോഴേ പിന്നെ നമുക്ക് ഭക്തി ഉണ്ടാവുള്ളൂ, പിന്നെ ജ്ഞാനം ഉണ്ടാവുള്ളൂ, പിന്നെയാണ് സാക്ഷാത്കാരം. അങ്ങനെ ഒരു ജീവൻ പതുക്കെ സത്സംഗത്തിലൂടെ ഏവം ശുഭപരമ്പരയെ പ്രാപിക്കും എന്നാണ് പറയുന്നു. അതിന് ആദ്യം നമുക്ക് വേണ്ടത് ഗുരുഭക്തിയാണ് വേണ്ടത്. മഹാരാഷ്ട്ര ദേശത്തിൽ ഏകനാഥൻ ഒരു പേരുള്ള മഹാത്മാ പരമഗുരുഭക്തനാണ്. ആ മഹാത്മാ അവിടെ ആ സമയത്ത് ജനാർദ്ദന സ്വാമിന് ഒരു മഹാത്മാ ഉണ്ടായിരുന്നു. അവരുടെ ആശ്രമത്തിലാണ് പോയി. അദ്ദേഹം എല്ലാം പഠിപ്പിക്കുന്ന ആളാണ്. യോഗം വേണ്ടവർക്ക് യോഗം, പിന്നെ വേദം വേണ്ടവർക്ക് വേദം, എല്ലാം പഠിച്ച ആളാണ്. അദ്ദേഹം യൂണിവേഴ്സിറ്റി പോലെയാണ്. ആരെ എന്ത് ചോദിക്കുമോ അത് ഉപദേശിക്കും. പക്ഷേ ഈ കുട്ടിക്ക് ഒന്നും ഉപദേശം ഒന്നും കൊടുത്തിട്ടില്ലേ. ഈ കുട്ടി അവിടെ കൈങ്കര്യം മാത്രമേ ചെയ്തുകൊണ്ടിരിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് ആ മഠം, അദ്ദേഹത്തിൻ്റെ ആശ്രമം അടിച്ച് തെളിച്ച് വൃത്തിയാക്കും. അതിനുശേഷം ഗുരുനാഥനക്ക് വേണ്ടി ഗോദാവരിയിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കും. പിന്നെ അടുക്കളയിൽ ചെന്ന് അദ്ദേഹത്തിന് പാലം ഉണ്ടാക്കി, പിന്നെ അദ്ദേഹത്തിന് പൂജയ്ക്ക് വേണ്ട പൂക്കളൊക്കെ വരച്ച് കൊടുത്ത്, പിന്നെ ഭക്ഷണത്തിൻ്റെ പച്ചക്കറിയൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് പിന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. ആ സമയത്തിരിക്കുന്ന എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, പിന്നെ വിളമ്പി കൊടുക്കും. പിന്നെ ഗുരുനാഥൻ പ്രഭാഷണം കേൾക്കുമ്പോൾ അടുത്തിരുന്ന് വീശി കൊടുക്കും. അത് കഴിഞ്ഞ് ഗുരുനാഥൻ കിടക്കുന്ന സമയത്ത് കാല അമർത്തി കൊടുക്കും. ഗുരുനാഥൻ മയങ്ങിയ ശേഷം പിന്നെ ഇദ്ദേഹം പിന്നെ ഉറങ്ങാറില്ലേ. ഈ ഇന്നത്തെ വരവ് ചെലവ് കണക്ക് വേണ്ടേ, അതും കൂടി നോക്കിയിട്ടേ കിടക്കുള്ളൂ. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ആ വരവ് ചെലവ് കണക്ക് മുമ്പ് ഒരു ദമ്പടി ഒരു അണ പറയാം. ഇപ്പോൾ പണ്ടല്ല അണ എന്ന് പറയാറുണ്ടല്ലോ, 10 അണ 4 അണ 8 അണ. അങ്ങനെ ഒരു അണയുടെ പൈസ കമ്മിയായി. അത് കണക്കിലേ കമ്മിയായിട്ടുള്ളൂ. കയ്യിൽ പൈസ ഉണ്ട്, കണക്കിൽ വരുന്നില്ലേ. കണക്കിൽ വരുമ്പോൾ പെട്ടില്ല. മിക്കവാറും മഠത്തിൽ കണക്ക് എഴുതുന്നവർ അങ്ങനെ നോക്കാറില്ല, കൃത്യമായിട്ട് നോക്കാറില്ലേ. എന്തെങ്കിലും എന്താ ചിലർ കൊണ്ടുപോകും, ചിലർ ഇടും. ഇദ്ദേഹം കൃത്യമായിട്ട് കണക്ക് ശരിയായിട്ടില്ലല്ലോ എന്ന് വീണ്ടും വീണ്ടും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗുരുനാഥൻ ഈ ഏകനാഥൻ ഉറങ്ങിയിട്ടില്ലല്ലോ 2 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് നോക്കി. ഗുരുനാഥൻ വന്ന് നോക്കുന്ന സമയത്തിൽ പോലും അദ്ദേഹം ഗുരുനാഥനെ കണ്ടിട്ടില്ല. ഇതാണ് ശ്രദ്ധിച്ചില്ല. എന്താ കണക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു 12 മണിക്ക് ശേഷം 1 മണി 2 മണി ആയപ്പോൾ ഞാൻ കണ്ടുപിടിച്ചു ഇങ്ങനെ ഉറക്കെ അദ്ദേഹം നിലവിളിച്ചു. അപ്പോൾ ഗുരുനാഥൻ അവിടെ വന്ന് എന്ത് കണ്ടുപിടിച്ചു? ഓരാണ് പൈസ കണക്കിൽ വരാതായി, അത് കണ്ടുപിടിച്ചു. അപ്പോഴാണ് അദ്ദേഹം സങ്കടമായി. എൻ്റെ ആശ്രമത്തിൽ 12 കൊല്ലം ഈ കുട്ടി ചെറുപ്പത്തിൽ വന്ന ആളാണ്. ഒരു 12 വയസ്സിക്ക് വന്ന ആൾ ഇപ്പോൾ 22 24 വയസ്സായി. 12 കൊല്ലം ഇവിടെ കൈങ്കര്യം ചെയ്തിട്ട് പിന്നെ എന്ത് കിട്ടി ചോദിച്ചാൽ ഒരു അണ പൈസ കിട്ടി. അതിലിതിൽ സന്തോഷിക്കുന്നുണ്ടല്ലോ. ഈ കുട്ടിയെ വഞ്ചിക്കാൻ പാടില്ല. നമ്മൾ ഒരു അനുഗ്രഹം ചെയ്യാൻ തീരുമാനിച്ചു. അദ്ദേഹം ദത്താത്രേയ ഭഗവാന്റെ ഉപാസകനാണ്, ജനാർദ്ദന സ്വാമി. അപ്പോൾ ദത്താത്രേയ ഭഗവാനോട് പ്രാർത്ഥിച്ചു, എൻ്റെ ശിഷ്യൻ ഇങ്ങനെ ആശ്രമത്തിൽ കൈങ്കര്യം ചെന്നുകൊണ്ടിരിക്കുന്നു, അവൾക്ക് ഒരു ദർശനം കൊടുക്കണം. പിന്നെ അദ്ദേഹം 4 മണിക്ക് പതിവ് പോലെ അടുത്തുള്ള ഗോദാവരിയിൽ കുളിച്ച് സഹസ്രാവർത്തി ജപമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് അവിടെ ഒരു അത്തിമരം, ഔദുംബര വൃക്ഷം. അതൊക്കെ ജ്ഞാനവൃക്ഷമാണ്. ആൽത്തറ, ഔദുംബരം, ഇതൊക്കെ ജ്ഞാനവൃക്ഷങ്ങളാണ്. ആ ആൽമരത്തിൻ്റെ ആ ഔദുംബര വൃക്ഷത്തിൻ്റെ അടിയിൽ ദത്താത്രേയൻ 3 ഭഗവാന്റെ സ്വരൂപമാണ്. ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരു ദേവോ മഹേശ്വരാണ്. ബ്രഹ്മ വിഷ്ണു ശിവന്റെ അവതാരമാണ്. അങ്ങനെ അദ്ദേഹം
ദർശനം കൊടുക്കുന്നു. ദത്താത്രേയനെ കണ്ടപ്പോൾ അദ്ദേഹം വളരെ സന്തോഷിച്ചു, കാക്കൽ നമസ്കരിച്ചു, പ്രദക്ഷിണ വെച്ച് വന്നു. പിന്നെ വീണ്ടും ആശ്രമത്തിലെത്തി വെള്ളം കൊണ്ടുവന്ന് വെള്ളമൊക്കെ ഗുരുനാഥനെ കൊടുത്തു. വീണ്ടും പാല് കാച്ചാൻ തുടങ്ങി. പിന്നെ മഠത്തിൻ്റെ ആ കൈങ്കര്യമൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോഴാണ് ജനാർദ്ദന സ്വാമിക്ക് ഒരു സംശയമായി, ഇയാൾക്ക് ദർശനം കിട്ടിയോ? കാരണം ഭഗവാനെ ദർശനം ചെയ്തവർ പിന്നെ ഇങ്ങനെ പാല് കാച്ചാനും നോക്കിയാൽ പോകാറില്ലേ. അവരത് ആലോചിച്ച് ഇങ്ങനെ ആനന്ദിച്ച് നാമം ജപിച്ചിരിക്കും. നാമാന്യനന്തസ്യ തത്ര പപ്പടന്ന് ഗുഹ്യാനി ഭദ്രാണി കൃതാനി ചസ്മരണ്. ഈ സാധാരണ ആൾ പോലെ ഇയാൾ നടക്കുന്നുണ്ടല്ലോ, ഭഗവത് ദർശനം കിട്ടിയ ആൾ പോലെ അല്ലല്ലോ. അപ്പോൾ സംശയം വന്നു. ശിഷ്യനെ വിളിച്ചു, നിനക്ക് എന്തെങ്കിലും ദർശനം കിട്ടിയൊന്ന്? ആ കിട്ടിയല്ലോ. എന്ത് കിട്ടി? ഞാൻ കുളിച്ച് വരുന്ന വഴിയിൽ ഇവിടെ ഔദുംബരം അത്തിമരത്തിൻ്റെ താഴെ ദത്താത്രേയ ഭഗവാനെ കണ്ടു, തൊഴുതു വന്നു. ദത്താത്രേയ വഴിയിലെ കണ്ടു, അടുത്ത വീട്ട് അമ്മാവനെ കണ്ടു വന്നു പറയുന്നത് പോലെയാണ്. ഞാൻ വരുന്ന വഴിയിൽ ഞാൻ ദത്താത്രേയനെ കണ്ടു. ഞാൻ ദത്താത്രേയനെ കാണാൻ എത്ര കൊള്ള തപസ് ചെയ്തിട്ടാണ് ഞാൻ തപസ് ചെയ്ത് പ്രത്യക്ഷമാക്കി. നീ വരുന്ന വഴിയിൽ അമ്മാവനോ അടുത്ത വീട്ട് അമ്മാവനെ കണ്ടു വന്നു പറയുന്നുണ്ടല്ലോ. അപ്പോഴാണ് ഈ ശിഷ്യൻ പറഞ്ഞു, എനിക്ക് നിങ്ങളാണ് ബ്രഹ്മ വിഷ്ണു ശിവനെയല്ല, ഗുരു തന്നെ ആവുമ്പോൾ പിന്നെ എനിക്ക് വേറൊരു ആളെ കാണണം ആഗ്രഹിക്കുമ്പോൾ അന്ന് കിട്ടിയാലേ അതിൻ്റെ ഒരു ഇത് ഉണ്ടാവുള്ളൂ, ഒരു ഉത്സാഹം. അപ്പോൾ ജനാർദ്ദന സ്വാമി അത്ഭുതപ്പെട്ടു. പിന്നെ ഭഗവാനോട് പ്രാർത്ഥിച്ചു, 12 കൊല്ലം എനിക്ക് കൈങ്കര്യം ചെയ്തിട്ട് പിന്നെ ഭഗവത് ദർശനം കിട്ടിയാലും അതുപോലും വേണ്ട, എനിക്ക് ഗുരുസേവ മതി പറഞ്ഞല്ലോ. ഇനി എൻ്റെ ശിഷ്യനക്ക് എന്ത് വേണോ അത് നീ നോക്കിക്കോളൂ ഭഗവാനോട് പറഞ്ഞു. അങ്ങനെയുള്ള മഹാത്മാവാണ് ഏകനാഥൻ. അദ്ദേഹത്തിൻ്റെ പാട്ടൊക്കെ വേണ്ടു. നമ്മൾ സാധാരണ ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ശ്ലോകം ചൊല്ലാറുണ്ട്. അതുപോലെ വേറെ ശ്ലോകമുണ്ട്. ഗുരുർമാതാ ഗുരുസ്താതോ ഗുരുർമേ പ്രാണവല്ലഭഃ ഗുരുസ്സഖാ ഗുരുർബന്ധു തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരു ബ്രഹ്മ വിഷ്ണു എവിടെയോ തള്ളി. ഗുരു മാതാ ഗുരു പിതാ ബൈബിളിന് കുറച്ചുകൂടി നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ചെല്ലാം. അദ്ദേഹം അങ്ങനെ ഒരു കീർത്തനം പാടി. ഗുരുമാതാ ഗുരു പിതാ 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 ഗുരു അമുതി കുലദേവതാ ഗുരു അമുതി കുലദേവതാ ഗുരുമാതാ ഗുരു പിതാ ഗുരുമാതാ ഗുരു പിതാ പടതാം സാങ്കടേ പടതാം സാങ്കടേ ഗുരു രട്ടി മാഗേ കൂടേ ഗുരു രട്ടി മാഗേ കൂടേ ഗുരുമാതാ ഗുരു പിതാ ഗുരുമാതാ ഗുരു പിതാ ഗുരു അമുതി കുലദേവതാ ഗുരു അമുതി കുലദേവതാ കായവാചാണി മന കായവാചാണി മന ഗുരുചരണി അർപ്പണ ഗുരുചരണി അർപ്പണ ഗുരുമാതാ ഗുരു പിതാ ഗുരുമാതാ ഗുരു പിതാ ഏക ജനാർദ്ദനി ചരണ ഏക ജനാർദ്ദനി ചരണ ഗുരു ഏക ജനാർദ്ദന ഗുരു ഏക ജനാർദ്ദന ഗുരു ഏക ജനാർദ്ദന ഗുരു ഏക ജനാർദ്ദന ഗുരുമാതാ ഗുരു പിതാ ഗുരുമാതാ
സാധാരണ എല്ലാവരും കീർത്തനം ചൊല്ലുമ്പോൾ അവരുടെ പേര് അവസാനം വയ്ക്കും. ത്യാഗരാജ കീർത്തനം പറയുമ്പോൾ ത്യാഗരാജ വരും. പക്ഷെ ഇദ്ദേഹം മാത്രം ഏകനാഥൻ പേര് പറയാറില്ലേ, ഗുരുനാഥന്റെ പേര് പറയുള്ളൂ. അപ്പൊ ഏകനാഥ സ്വാമികളുടെ പാട്ട് എങ്ങനെ മനസ്സിലാക്കും? അതിൽ ജനാർദ്ദനം ഉണ്ടാവണം. ചിലപ്പോൾ തൻ്റെ പേര് ചിലപ്പോൾ കേൾക്കുന്നത് ഏകാജനാർദ്ദനി ചരണ ഏക, അങ്ങനെ ഒരു ഏകനാഥൻ ഒരു പേര് കുറച്ച് ചേർക്കുള്ളൂ. അങ്ങനെ ഈ ജനാർദ്ദന സ്വാമികളുടെ ആ ഗുരുഭക്തനായതുകൊണ്ട് ജനാർദ്ദനനെ പറയുള്ളൂ. അദ്ദേഹം പറയുന്നു, ഘോരപടതാം സാങ്കടേ, ഘോരമായ സങ്കടം വരുന്ന സമയത്ത് ഗുരുനാഥനെ സ്മരിച്ചാൽ മതി. ഗുരു രക്ഷി മാഗേ പുഢേ. മാഗേ ഇത് മറാഠി ഭാഷയാണ്. മറാഠിയിൽ മാഗേ പറഞ്ഞാൽ മുമ്പിലും, മാഗേനെ പിന്നിലും മുന്നിലും. ഗുരു രക്ഷി മാഗേ പുഢേ, മുന്നിലും പിന്നിലും ഗുരുനാഥൻ. അഗ്രത പൃഷ്ഠതസ്ഥൈവ പാർശ്വസ്യ മഹാബലോ. ഗുരുനാഥൻ വലിയ സങ്കടം വരുമ്പോൾ ഗുരുനാഥനെ ഒന്ന് സ്മരിച്ചാൽ മതി. വിവേകാനന്ദ സ്വാമിയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം. അദ്ദേഹം ആദ്യമായി ഫാരിൻ പോകുന്നു. അവിടെ അങ്ങനെ ഒന്നും അറിയത്തില്ല. കപ്പലിൽ ചെല്ലുമ്പോഴാണ് അദ്ദേഹം തോന്നി അവിടെ ഇറങ്ങിയാൽ എവിടെ പോകും എന്താ. അവിടെ ഒരു 5 മിനിറ്റ് 2 മിനിറ്റ് പ്രഭാഷണം പോലെ. അപ്പോൾ അദ്ദേഹം ഒന്ന് സങ്കടപ്പെട്ടപ്പോഴാണ് ആകാശത്തിൽ നിന്നും രാമകൃഷ്ണസ്വാമിയുടെ ദർശനം കിട്ടി. ഞാനും ഉണ്ട് അപ്പോൾ പിന്നെ അതിന് ആ ഭയമില്ല. അപ്പോൾ ഏത് സങ്കടം വരുമ്പോഴും ഗുരുനാഥനെ സ്മരിച്ചാൽ മതി എന്നാണ്. ഇത് ഗുരുഭക്തന്മാർക്ക് ഇത് മനസ്സിലാവുള്ളൂ. ഇത് ഗുരുഭക്തർക്ക് അവർക്ക് അവരുടെ അനുഭവത്തിലെ ഇത് വേറെ പ്രഭാഷണമായിട്ട് പറയുമ്പോൾ മനസ്സിലാവില്ല. ഒറിജിനൽ ഗുരുഭക്തൻ അങ്ങനെ ഗുരു സ്മരിക്കുമ്പോൾ ആ സമയത്ത് ഓരോ ഗുരുഭക്തർക്കും ഗുരുനാഥൻ അങ്ങനെ അനുഗ്രഹിക്കും. ചിലപ്പോൾ നേരിട്ട് വരും, ചിലപ്പോൾ വേറെ രൂപത്തിൽ വന്ന് സഹായം ചെയ്യും. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞു കായാവാച ആണിമന. ആണിമന ഒപ്പം മനസ്സ് വാക്ക് കായം മൂന്നും ഗുരുചരണത്തിൽ അർപ്പണം ചെയ്യുന്നു. ഇത് ഏകാ ജനാർദ്ദനി ശരണ ഗുരു ഏക ജനാർദ്ദന. അദ്ദേഹം ഗുരു ഏക ജനാർദ്ദന, എനിക്ക് ഗുരു ജനാർദ്ദന സ്വാമികൾ മാത്രമേ ഉള്ളൂ, അങ്ങനെ ഒരർത്ഥം. പിന്നെ ഗുരു ഏക ജനാർദ്ദന, അദ്ദേഹം ജനാർദ്ദനൻ പറഞ്ഞാൽ ഭഗവാൻ അർത്ഥം വെച്ചാൽ എൻ്റെ ഗുരുവും ഭഗവാനും ഒന്ന് തന്നെയാണ്. ഗുരു ഏക ജനാർദ്ദന. അങ്ങനെ അദ്ദേഹം പാട്ടുപാടി. പിന്നെ അദ്ദേഹം നീ വിവാഹം കഴിച്ച് ഗൃഹസ്ഥ ജീവിതത്തിലേക്ക് പോയിക്കോളൂ പറഞ്ഞു. അങ്ങനെ വിവാഹം കഴിച്ചിരിക്കുമ്പോഴാണ് ഏകനാഥ സ്വാമികൾ അദ്ദേഹം ഭാഗവതത്തിൻ്റെ വ്യാഖ്യാനം, ഏകാദശ സ്കന്ധമാണ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്കന്ധം. സാധാരണക്കാർക്ക് ഇപ്പം കഥമൊക്കെ ദശമസ്കന്ധമൊക്കെ വായിച്ച് മനസ്സിലാവും. ഏകാദശ സ്കന്ധത്തിൽ ഉപദേശങ്ങളല്ലേ കൂടുതൽ. പക്ഷേ അതിന് ഒരു പ്രത്യേക വ്യാഖ്യാനം ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ അദ്ദേഹം നരസിംഹ അഭംഗമൊക്കെ പാടിയിട്ടുണ്ട്. ഭക്തന്മാരുടെ കഥമൊക്കെ ഇദ്ദേഹമാണ് ഏകനാഥനാണ് പാടിയിരിക്കുന്നത്. അദ്ദേഹം ഭാഗവത വ്യാഖ്യാനം ചെയ്യുന്ന സമയത്താണ് ഒരു കുട്ടി, ഇതേപോലെ ഒരു 12 വയസ്സ് കുട്ടി അവിടെ വന്നു നമസ്കാരം ചെയ്തു അദ്ദേഹത്തിന്. ആസ്വദായന സൂത്രോഹം വൃക്ഷാഖാജേന പ്രിയ നാംന കൃഷ്ണ ഇതി ഖ്യാതഃ. ഞാൻ ദ്വാരകയിൽ നിന്നാണ് വരുന്നു. ഞാൻ ആസ്വലായന സൂത്രം. ആസ്വലായത്തിന് അവിടെ മറാഠകൾ കൂടുതൽ, മഹാരാഷ്ട്രത്തിൽ ഋഗ്വേദക്കാരനാണ് കൂടുതൽ. അപ്പോൾ വൃക്ഷാഖാജേന പ്രിയ, എനിക്ക് ഋഗ്വേദം പഠിക്കണം ആഗ്രഹമുണ്ട്. എന്നെ സാന്ദീപിനിയെ കൃഷ്ണൻ എങ്ങനെ സാന്ദീപിനിയെ സാന്ദീപിനി എങ്ങനെ കൃഷ്ണനെ സ്വീകരിച്ചുവോ, വശിഷ്ഠൻ എങ്ങനെ രാവണ സ്വീകരിച്ചുവോ അതുപോലെ എന്നെയും സ്വീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം നല്ല, നിനക്ക് ബന്ധുക്കൾ എന്തെങ്കിലും ആരെങ്കിലും ഉണ്ടോ? എനിക്ക് അച്ഛനമ്മ ഒരാൾ, ഈ അനാഥയാണ്. അനാഥ കുട്ടി പിന്നെ വേദം പഠിക്കണം ആഗ്രഹിച്ചു വരുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലായോ അത് അടുത്തവർക്ക് ഉപദേശം കൊടുക്കണം. ദക്ഷിണ ജ്ഞാന സന്ദേശ. ഗുരുദക്ഷിണ എന്താണ് ചോദിച്ചാൽ പൈസ ഇല്ല. നമുക്ക് കിട്ടിയ ജ്ഞാനം അടുത്തവർക്ക് ഉപദേശിക്കുമ്പോഴാണ് അത് ഗുരുദക്ഷിണയാവും. ഇല്ലാതെ ആ ഗുരു നമുക്ക് ഉപദേശം കൊടുത്ത് മുഴുവൻ വേസ്റ്റല്ലേ. അപ്പം നമുക്ക് കിട്ടിയ ജ്ഞാനം അടുത്തവർക്ക് ഉപദേശിക്കുമ്പോഴേ അത് ഗുരുദക്ഷിണയാവും. അതാണ് ഭഗവാൻ ദക്ഷിണ ജ്ഞാന സന്ദേശ. ദക്ഷിണാമൂർത്തി നമ്മൾ പറയാറുണ്ട്. ദക്ഷിണാമൂർത്തി പറഞ്ഞാൽ തെക്ക് നോക്കിയിരിക്കുന്ന ആൾ വിചാരിക്കേണ്ട. ദക്ഷിണ പറഞ്ഞാൽ ജ്ഞാനം. ശേമുഷി ദക്ഷിണാ പുരോക്ത സായസ്യാം ഈക്ഷണേ മുഖം ദക്ഷിണാമൂർത്തി ഇത്യുക്ത ശിവോസോ ബ്രഹ്മവാദിപിഹി. ആരെ കാണുമ്പോൾ നമുക്ക് ജ്ഞാനം ഉണ്ടാവുമോ അയാളാണ് ദക്ഷിണാമൂർത്തി.
ദക്ഷിണ പറയുന്നത് യാണം. അപ്പോൾ യാണം പ്രാർത്ഥിച്ച് വരുമ്പോൾ അത് വേണ്ട പറയാൻ പാടില്ല. അദ്ദേഹം ശിഷ്യനായി ഇരുന്നോട് പറഞ്ഞു 12 കൊല്ലം ഇദ്ദേഹത്തിന് എല്ലാ ശുശ്രൂഷയും ചെയ്ത് വേദം പഠിക്കുന്നു. അത് 12 കൊല്ലം അവസാനം ആവുന്ന സമയത്താണ് ഒരു യോഗി എല്ലാ ദിക്കിലും ബില്ലോങ്കല സ്വാമികളെ പോലെ എല്ലാ ദിക്കിലും ഭഗവാനെ നേരിട്ട് കണ്ട് സംസാരിക്കുന്ന ഒരു മഹാത്മാവാണ്. അദ്ദേഹം ദ്വാരകയ്ക്ക് ചെന്നു. ദ്വാരകയിൽ ചെന്നപ്പോൾ അവിടെ ഭഗവാൻ ഇല്ലേ, ഇതൊരു വിഗ്രഹം മാത്രമേ ഉള്ളൂ, ഭഗവാൻ ഇല്ലല്ലോ. പിന്നെ അദ്ദേഹം പട്ടിണി കിടന്ന് ദ്വാദശാക്ഷരി ജപിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചു. ഭഗവാൻ നിന്നെ കാണുന്നല്ലോ, എവിടെയാണ്? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ ദ്വാരക വിട്ടു പോയി 12 കൊല്ലമായി. അവിടെ ബൈഠൻപൂർ അവിടെ ഏകനാഥ സ്വാമികൾക്ക് കൈങ്കര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ അദ്ദേഹം 12 കൊല്ലം ഗുരുനാഥന് കൈങ്കര്യം ചെയ്തു. അപ്പോൾ ഗുരുനാഥൻ എന്നോട് പറഞ്ഞു, എനിക്ക് കൈങ്കര്യം ഒന്നും പ്രാർത്ഥിക്കാതെ പോയി, എനിക്ക് ശിഷ്യനോട് കടമായി, അതുകൊണ്ട് നേരാക്കി തരണേ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന് ഗുരുനാഥനെ കടം വീട്ടാൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. 12 കൊല്ലം ഇവിടെ ഇല്ല പറഞ്ഞപ്പോഴാണ് അദ്ദേഹം അത്ഭുതപ്പെട്ടു. ഉടനെ അവിടെ നിന്നും പുറപ്പെട്ടു. ബൈഠൻപൂർ എവിടെയാണ്? അത് ദ്വാരക ഗുജറാത്തിൽ നിന്ന് ഈ ബൈഠൻപൂർ ഇവിടെ മഹാരാഷ്ട്രത്തിലാണ്. അവിടെ വന്നു. അവിടെ വന്നപ്പോൾ ഏകനാഥ സ്വാമികൾ ഭാഗം അയച്ചു കൊണ്ടിരിക്കുന്നു അവിടെ ചെന്നൈയിൽ. അപ്പോൾ ചോദിച്ചു, ദ്വാരകയിൽ നിന്ന് കൃഷ്ണൻ വന്നിട്ടുണ്ടോ ചോദിച്ചു. ആ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ദ്വാരകയിൽ നിന്ന് വന്ന ആളാണ്, കൃഷ്ണനെ കണ്ടിട്ട് ഒരു പരിചയമുള്ള ഒരു സാധനം, ഒരു അമ്മാവനായിരിക്കും, പരിചയമുള്ള ഒരാളായിരിക്കും അങ്ങനെ വിചാരിച്ചു. ഇപ്പോൾ വരും ഗോദാവരി വെള്ളം കൊണ്ടുവരാൻ പോയിട്ടുണ്ട്, ഇപ്പോൾ വരും ഇരുന്നോളൂ പറഞ്ഞു. അദ്ദേഹം എനിക്കുണ്ട് ഗോദാവരിയിൽ നിന്നും പണ്ട് കാവടി പോലെ വെള്ളം കൊണ്ടുവരാറുണ്ട്. നമ്മൾ ഗോദാവരിയിൽ വെള്ളം ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ഗുരുടെ പത്നിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വെള്ളം വേണ്ടേ? പണ്ട് പോലെ ഇപ്പോൾ പോലെ ഇങ്ങനെ മോട്ടടിച്ചുള്ള വെള്ളമില്ലല്ലേ, നദിയിൽ നിന്നും കുളത്തിൽ നിന്നും വെള്ളം കൊണ്ടുവരണം. അപ്പോൾ വെള്ളം കൊണ്ടുവരാൻ പോയിട്ടുണ്ട്, ഇപ്പോൾ വരും പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ തന്നെ ഇങ്ങനെ ഏകനാഥനെയും കണ്ടു, ഇവിടെ ഒരു പ്രാവശ്യം അത് യോഗിയും കണ്ടു, തിരിച്ചു പോയി ആ കുട്ടി. അദ്ദേഹം ഭാഗം വായിച്ചു. അവസാനം ഒരു അധ്യായം കഴിയുമ്പോൾ ശ്രീഹരയെ നമഃ ചോദിച്ചു. നേരിട്ട് കണ്ടു കൊണ്ട് സംസാരിച്ചിട്ടുള്ളോ വിചാരിച്ച് ചോദിച്ചിട്ട് കൃഷ്ണനുള്ള പോയി കണ്ടോ? ഇത്ര സാധാരണ ഇത് സാധാരണ കൃഷ്ണനില്ലേ, ദ്വാരകാധീശൻ കൃഷ്ണനാണ്. ദ്വാരകാധീശനാണോ? കൃഷ്ണ എന്ന് പറഞ്ഞ ഉള്ളിൽ ചെന്നപ്പോഴാണ് ആ കുടത്തിലുള്ള വെള്ളം അവിടെ വച്ചിട്ടുണ്ട്. അവിടെ കൃഷ്ണനില്ലേ, കൃഷ്ണ 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 എവിടെ നോക്കിയാലും കൃഷ്ണനില്ല. അപ്പോഴാണ് അദ്ദേഹം, കൃഷ്ണ എനിക്ക് വേണ്ടി ഞാൻ സാന്ദീപിനി ഇല്ല, നീ വലിയ ശിഷ്യനായാലും ഞാൻ സാന്ദീപിനി ആവണ്ടേ, ഞാൻ വശിഷ്ഠനാവണ്ടേ, എൻ്റെ അടുത്ത് പഠിക്കാൻ വന്നല്ലോ. ഇദ്ദേഹം ആ സമയത്താണ് ഭാഗവത വ്യാഖ്യാനം ഏകാശ വ്യാഖ്യാനം ചെയ്യുന്ന സമയത്താണ് അത് മുഴുവനും കാപ്പി എടുക്കുന്നത് കൃഷ്ണൻ. അദ്ഭുത വ്യാഖ്യാനമാണ്. ഇപ്പോൾ മറാഠിയിൽ നിന്നും തമിഴിലും ആക്കിയിട്ടുണ്ട്, കുറച്ച് ഇംഗ്ലീഷിലാക്കിയിട്ടോ സംശയം. നല്ല വ്യാഖ്യാനമാണ്, നല്ല രസമായ വ്യാഖ്യാനം. നാഥ ഭാഗവതം, ഏകനാഥി ഭാഗവതം എന്ന് പറയും. നാഥ ഭാഗവതം എന്ന് പറയും. അങ്ങനെ പുള്ളിയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന് ഒന്നും സംസാരിക്കാനേ പറ്റാതായി. പിന്നെ അദ്ദേഹം ആ സമയത്ത് ഒരു പാട്ട് പാടി. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഒന്ന് സന്ധ്യാവനം ചെയ്യണ്ടേ, നിണ്ടിൽ വെള്ളം കൊടുക്കുമ്പോൾ സന്ധ്യാവനം ചെയ്യാൻ തോന്നുന്നില്ല. तुमचे नाम संकीर्तन केची माझे संध्या स्नान. तुमचे नाम संकीर्तन केची माझे संध्या स्नान. केची माझे संध्या स्नान. केची माझे संध्या स्नान. Made
പൂജാവനം ചെയ്യാനും ഗിണ്ടി എടുക്കുമ്പോൾ തന്നെ ഗിണ്ടി എടുത്ത് കൊടുക്കുന്ന ആ കൃഷ്ണൻ്റെ ഓർമ്മ പറഞ്ഞു. പൂജ ചെയ്യാനും ഇരിക്കുമ്പോൾ പൂജ ഇദ്ദേഹം ധൂപവും ദീപവും ഒക്കെ അവിടെ സഹായിക്കുന്ന ആരാണ്? കൃഷ്ണൻ, ഒറിജിനൽ കൃഷ്ണൻ. ഇദ്ദേഹം പൂജയ്ക്ക് കൃഷ്ണൻ തന്നെ ധൂപം ദീപം നേദ്യമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതും പിന്നെ അദ്ദേഹം കിടക്കാതിരിക്കുമ്പോൾ കാലം അമർത്തി കൊടുക്കുന്നത് കൃഷ്ണനാണ്. പിന്നെ ഭാഗം വായിക്കുമ്പോൾ അടുത്ത് വീശി കൊടുക്കുന്നതും ഏകാ ജനാർദ്ദന ബ്രഹ്മരൂപ ഹാ സംസാര. ഈ സംസാരം മുഴുവനും ബ്രഹ്മസ്വരൂപമായി, സംസാരം മുഴുവനും ബ്രഹ്മസ്വരൂപം പറയാറുണ്ട് ഉപനിഷത്തൊക്കെ. തജ്ജലാ സർവം കൽവിദം ബ്രഹ്മ തജ്ജലാണിതി ശാന്ത ഉപ. സർവം ബ്രഹ്മം തന്നെയാണ് പറയുന്നുണ്ട്. പക്ഷേ ബ്രഹ്മമായ അനുഭവത്തിൽ കിട്ടേണ്ടേ? അനുഭവത്തിൽ കിട്ടി ഇദ്ദേഹത്തിന്. പിന്നെ അദ്ദേഹം കുറച്ച് കാലം ഇരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ കഥ മുഴുവനും ഗുരുഭക്തിൻ്റെ മഹിമയാണ്. അദ്ദേഹത്തിൻ്റെ കഥ തന്നെ ആവാം. എന്ത് ചെയ്തു? ശ്രാദ്ധ ദിവസം വന്നു. അച്ഛനോട് ശ്രാദ്ധം അത് പ്രത്യേകം ശുദ്ധമായിട്ട് എല്ലാ ദിവസവും ശുദ്ധം പോലെ ആവരുത്. കാരണം പിതൃക്കൾക്ക് ആമപാത്രേ മഹാഭാഗ. സാധാരണ ദേവന്മാർക്കൊക്കെ ചുട്ട പാത്രത്തിലാണ് ഇപ്പോൾ പാണമൊക്കെ ചൂടാക്കിയിട്ട് തന്നെ. പിതൃക്കൾക്ക് ആമപാത്രേ മഹാഭാഗ ശ്രദ്ധയ. അവർക്ക് കൂടുതൽ ശുദ്ധം വേണം. അപ്പോൾ ഇദ്ദേഹം ശുദ്ധമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി അപ്പം ഉണ്ടാക്കുന്ന സമയമാണ്. അപ്പോൾ തെരുവിൽ ഒരു മുസ്ലിം ഒരു സാധാരണ ഒരാൾ ഗർഭവതിയായ തൻ്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ ആ അപ്പത്തിൻ്റെ മണം ഇങ്ങനെ പുറത്തു വന്നു, നെയ്യിൻ്റെ മണം. അപ്പോൾ ആ ഗർഭിണിയായ സ്ത്രീ പറഞ്ഞു, എനിക്ക് വിശക്കുന്നുണ്ട്, ഇവിടെ അപ്പം ചുടുകൊണ്ട് തോന്നുന്നു, കിട്ടിയാൽ കൊള്ളാം. അപ്പോൾ അവർ പറഞ്ഞു, ഇന്ന് ബ്രാഹ്മണന്മാരുടെ വീട്ടിൽ കൊടുക്കാറില്ല സാധാരണ. ഇന്ന് നോക്കുമ്പോൾ വീട്ടിൽ കളമോട് പറഞ്ഞിട്ടില്ലേ, ഇപ്പോൾ ഏതോ വിശേഷ ശ്രാദ്ധം വന്നാൽ സാധാരണ ദിവസം അപ്പം ചൂടാറില്ലല്ലോ, എന്താ നമുക്ക് കിട്ടുമോ? അങ്ങനെ അവർ സംസാരിക്കുന്നത് കേട്ടു ഇദ്ദേഹം. ഒരു മണത്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ശുദ്ധം പോയി എന്നാണ് ശാസ്ത്രം. അതുപോലെ തമിഴ്നാട്ടിലൊക്കെ ഇന്നും പല മഹാക്ഷേത്രങ്ങളിൽ പാചകന്മാർക്ക് ഇങ്ങനെ കട്ടിയിരിക്കും. ഇപ്പോൾ കൊറോണ വന്ന ശേഷം എല്ലാവരും ഇങ്ങനെ ആയിപ്പോയി. അങ്ങനെ മൂക്ക് ഇങ്ങനെ ശ്രീരംഗം മുതലായ മഹാക്ഷേത്രങ്ങൾക്ക് ഇങ്ങനെ മൂക്കുമായി അടച്ചിട്ടേ ഭഗവാനത്തിന് നേദ്യം കൊണ്ടുവരുള്ളൂ. കാരണം അത് മണത്ത് പോയാൽ അത് ദോഷമാവും. അതുകൊണ്ടാണ് ശ്രാദ്ധത്തിൽ അങ്ങനെ മണത്ത് പോകുന്ന അന്ന ഘ്രാണ ദോഷ നിവൃത്തിത്വം അതിന് പ്രത്യേക സൂക്തമൊക്കെ ജപിച്ചിട്ടേ പിതൃക്കൾക്ക് നമ്മൾ വിളമ്പാറുള്ളൂ. അപ്പോൾ ഇത് ദോഷമായി, പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല, പിതൃക്കൾ കൊടുക്കാൻ പാടില്ല. അപ്പോൾ അവർ കഴിക്കട്ടെ വിളിച്ചു. അദ്ദേഹം ഭക്ഷണം കൊടുത്തപ്പോൾ അവിടെ നാട്ടിൽക്കാരൊക്കെ കണ്ടു. ശ്രാദ്ധ ദിവസം സാധാരണ ഭിക്ഷ കൊടുക്കാറില്ലേ, എല്ലാം കഴിച്ചിട്ടേ കൊടുക്കാറുള്ളൂ. ശ്രാദ്ധ ദിവസം കൊടുത്തില്ലേ, അത് പറ്റില്ലേ പറഞ്ഞു. അപ്പോൾ വിളിച്ച ബ്രാഹ്മണന്മാർ കഴിക്കാൻ പറഞ്ഞേ, അവർ ഞാൻ വരണില്ലേ പറഞ്ഞു. അപ്പോൾ ഇതേ സങ്കടമായി, ബ്രാഹ്മണന്മാർ വന്നില്ലല്ലോ, പിന്നെ എങ്ങനെ ശ്രാദ്ധം നടക്കും? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അപ്പോൾ കൃഷ്ണനല്ലേ ഭഗവാനല്ലേ സഹായം. അപ്പോൾ പറഞ്ഞു, നമുക്ക് പേടിക്കേണ്ട, നമുക്ക് ബ്രാഹ്മണന് കിട്ടാതെ കുഴപ്പമില്ല, ഒരു കൂർച്ചം അതിട്ട് അത് ബ്രാഹ്മണനെ സങ്കല്പിട്ട് അപ്പോൾ അത് ചെയ്യാം. ശ്രാദ്ധത്തിൽ വിശ്വദേവൻ, വസുപുത്ര ആദിത്യൻ, പിന്നെ വിഷ്ണു ഉണ്ട്. ഇതേ നിങ്ങൾ മന്ത്രം ജപിച്ചോളൂ പറഞ്ഞു. അങ്ങനെ മന്ത്രം ജപിച്ചപ്പോൾ ബ്രഹ്മ വിഷ്ണു എല്ലാം നേരിട്ട് വന്നു. അദ്ദേഹം പിതൃക്കൾക്കും നേരിട്ട് വന്നു, വിശ്വദേവന്മാർ നേരിട്ട് വന്നു. അദ്ദേഹം ഭക്ഷണമൊക്കെ എല്ലാം കൊടുത്തു. പിന്നെ ബ്രാഹ്മണന്മാർക്ക് പുറത്തുനിന്ന് കേൾക്കുന്നത് ആരാണ് വന്നിരിക്കുന്നു, ഫുൾ മന്ത്രശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. മന്ത്രം പിന്നെ ആശീർവാദം ചെയ്യുന്ന മന്ത്രശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ചിലർ പറഞ്ഞു, ഈ ഏകനാഥനെ തൊണ്ട പല കുറലിൽ മാറ്റി സ്വന്തമായിട്ട് ശ്രാദ്ധം ചെയ്യുന്നത് പോലെ അഭിനയം ചെയ്യുന്നു. ചില ആളുകൾ അങ്ങനെയല്ലേ, ഒരേ ലേഡീസ് കുറലിലും പാടും ജെൻസ് കുറലിലും പാടുന്ന ചില ആൾക്കാരുണ്ട്. അതുപോലെ ഇദ്ദേഹം തന്നെ സ്വയമായിട്ട് മന്ത്രം മാറി ചൊല്ലുന്നു. അങ്ങനെ വിചാരിച്ചു. പിന്നെ ശ്രാദ്ധം കഴിഞ്ഞു. പിന്നെ ഊരോട് വേരോട് പോകും എന്ന് പറയുന്നത്. ഊരോട് പഹയ്ക്കും. നാട്ടുകാരോട് ഒത്തിച്ചേ പോകുള്ളൂ. അവരോട് വിരോധം കൊണ്ടാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാകും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അറിയാതെ ആഗ്രഹിക്കുമ്പോൾ ഞാൻ കൊടുത്തുപോയി, എന്തെങ്കിലും പ്രായശ്ചിത്തം പറഞ്ഞാൽ ഞാൻ ചെയ്തോളാം. പ്രായശ്ചിത്തം പറഞ്ഞാൽ ചെയ്തോളാം പറഞ്ഞപ്പോൾ അവരെന്ത് പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഏകദേശം നല്ല പണമുള്ള ആളാണ്. അപ്പോൾ സാധാരണ അവർ പ്രായശ്ചിത്തം ചാത്ത് വെച്ചുള്ള 2-3 വലിയ ആൾക്കാർക്ക് വലിയ വേറെ ലിസ്റ്റ്, സാധാരണക്കാർക്ക് 2-3 ലിസ്റ്റ് വെച്ചിട്ടുണ്ടാവും. ഈ വലിയ ആളല്ലേ, നല്ല സുവർണദാനം, വെള്ളി ദാനം, ഇന്നൊക്കെ നിറച്ച് വലിയ ചാർട്ട് എടുത്ത് ഇട്ടു. മിക്കവാറും ഈ
ഈ പ്രായശ്ചിത്തം കഴിയുമ്പോൾ ഏകനാഥ് കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഭജ ഗോവിന്ദം കാശിക്ക് തന്നെ പോകേണ്ടി വരും. അത്ര വലിയ ചാത്താണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ചെയ്യുന്നു, ഇത്ര ദാനമൊക്കെ ചെയ്യുന്നു. ഞാൻ തയ്യാറാണ് പറഞ്ഞപ്പോൾ ഈ ശിഷ്യനായി കൃഷ്ണനുക്ക് സങ്കടമായി. എന്താ നമ്മുടെ ഗുരുനാഥൻ പൈസ കൊടുക്കുന്നവർ കൊണ്ടുപോകുന്നുണ്ടല്ലോ. ഇദ്ദേഹത്തിന് സന്തോഷം, എന്തായാലും നമുക്ക് പ്രദക്ഷിണം എല്ലാം ദാനം ചെയ്ത് പോകാമല്ലേ. സഹോദരം അദ്ദേഹം പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറായിരിക്കുന്നു. ഗോദാവരി തീരത്തിൽ അത് പ്രത്യേക സങ്കല്പമൊക്കെ ചെയ്ത് കുളിച്ചിട്ട് ദാനമൊക്കെ ചെയ്യണം. ആ സമയത്താണ് ഒരു ബ്രാഹ്മണർക്ക് വയറുവേദന. അവർക്ക് വയറുവേദന മാറിയിട്ടില്ല, വളരെ ബുദ്ധിമുട്ടി. പിന്നെ ത്രയംബകേശ്വരം ഉണ്ടല്ലോ നാശിക്, അവിടെ ശിവനെ കുറിച്ച് തപസ് ചെയ്തു. വൈദ്യനാഥനല്ലേ നീ, ബാലാംബികേശ വൈദ്യേശ ഭവരോഗഹരേതിച്ച ജപേന്നാമത്രയം നിത്യം മഹാരോഗ നിവാരണം. വൈദ്യനാഥൻ എന്ന ഭഗവാന്റെ അപ്പോൾ ശിവനെ പ്രാർത്ഥിക്കുന്നു. പ്രഥമോ ദൈവ്യോ ഭിഷക്, ആദ്യത്തെ വൈദ്യൻ ശിവൻ തന്നെയാണ്, വേദം തന്നെ പറയുന്നു. ആ ത്രയംബകേശ്വരത്തിൽ തപസ് ചെയ്തപ്പോഴാണ് ശിവൻ പറഞ്ഞു, ഈ പൂർവ്വജന്മത്തിൽ ഒരു ബ്രാഹ്മണർക്ക് അപരാധം ചെയ്തിട്ടുണ്ട്, എന്തോ ദോഷം, അതുകൊണ്ടാണ് ഈ വയറുവേദന. ഇത് എന്നെ കൊണ്ട് മാത്രം അറിയാൻ മഹാദേവൻ തന്നെ പറയുന്നു. ഇതിന് ഒരു പ്രായശ്ചിത്തമേ ഉള്ളൂ. ഏകനാഥൻ പേരുള്ളൊരു മഹാത്മാ ബൈഠൻപൂരിലുണ്ട്. അദ്ദേഹത്തിൻ്റെ കാല് കഴുകി ആ തീർത്ഥം കുടിച്ചാൽ നിനക്ക് നിൻ്റെ വയറുവേദന ശരിയാവും. വിശന്ന് വന്നിട്ട് ഒരുത്തർക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ലേ, അങ്ങനെ അദ്ദേഹം ഒരു പ്രാപം ചെയ്തിട്ടുണ്ട്. അതിന് പ്രായശ്ചിത്തം ഇതേ ചെയ്തുള്ളൂ. ഭഗവാൻ ശിവൻ സ്വപ്നത്തിൽ പറഞ്ഞു, എഴുന്നേൽക്കുമ്പോൾ 4 മണിയായി. 4 മണി 5 മണിയുള്ള സ്വപ്നത്തിലൊക്കെ സത്യമായ ഇതല്ലേ. ഉടനെ ആൾ പുറപ്പെട്ടു. ആ ബ്രാഹ്മണൻ ബൈഠൻപൂർ അന്വേഷിച്ച് ഇവിടെ വന്നപ്പോൾ ഏകനാഥൻ്റെ എവിടെയാണ്? ഏകനാഥൻ നദീതീരത്തിലാണ്. നദീതീരത്തിലപ്പോൾ എന്താണ്, എനിക്കൊരു പ്രായശ്ചിത്തം വേണം. പ്രായശ്ചിത്തമാണോ? അദ്ദേഹത്തിനെ പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായശ്ചിത്തം കഴിച്ച് നിങ്ങൾക്ക് ആവാം. ആ ബ്രാഹ്മണന്മാർ പറഞ്ഞപ്പോൾ എനിക്ക് പ്രായശ്ചിത്തം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. എൻ്റെ പ്രായശ്ചിത്തം ഏകനാഥർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. എന്താണ്? അപ്പോൾ ഞാൻ വയറുവേദന കൊണ്ട് വളരെ ബുദ്ധിമുട്ടി. മാത്രമല്ല ശരീരം മുഴുവൻ കുഷ്ഠരോഗവും കൂടിയാണ്. ശരീരത്തിൽ കുഷ്ഠരോഗവും വയറുവേദനയും പഴയ പാപം ചെയ്തിട്ടുണ്ട്. പൂർവജന്മകൃതം പാപം വ്യാധി രൂപേണ ബാധതേ. അതുകൊണ്ട് എനിക്ക് മഹാദേവൻ ത്രയംബകേശ്വരൻ സ്വപ്നത്തിൽ പറഞ്ഞതാണ്, ഏകനാഥസ്വാമിയുടെ പാദതീർത്ഥം കഴിച്ചാലേ ശരിയാവുള്ളൂ, നിങ്ങൾ കൊണ്ട് പ്രായശ്ചിത്തം ചെയ്താൽ ശരിയാവില്ലേ. ഇത് പറഞ്ഞപ്പോൾ കൃഷ്ണൻ ഞാൻ ശരിയാക്കാൻ വന്ന് പെട്ടെന്ന് പാത്രമൊക്കെ കൊണ്ടുവന്ന് ഒരു താമളം തട്ടം വെച്ചു. ഗുരുനാഥനോട് അല്ല ഇവരുടെ പ്രായശ്ചിത്തം കഴിയണ്ടേ, അല്ല മധ്യ ഇവർക്ക് പ്രായശ്ചിത്തം കഴിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറഞ്ഞത്. ഈ ശിഷ്യൻ ഏകനാഥനുടെ ശിഷ്യനാണ് കൃഷ്ണനല്ലേ, തട്ടം കൊണ്ടുവച്ച് അദ്ദേഹത്തിൻ്റെ പാദത്ത് വയ്ക്കാൻ പറഞ്ഞു. ജലം ഗോദാവരി കൊണ്ട് കാല് കഴുകി ആ തീർത്ഥം കൊടുത്തു. എന്താ അത്ഭുതം! കുഷ്ഠരോഗിയായിട്ട് വളരെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ആ ബ്രാഹ്മണൻ ആ തീർത്ഥം കൊണ്ട് കുടിച്ച് അത് തെളിച്ചപ്പോൾ സുവർണ കാന്തിയായി, നല്ല പളപളവളം നല്ല സുവർണ കാന്തിയായി, വയറുവേദന മാറി. ഇത് കണ്ടപ്പോൾ ബ്രാഹ്മണ പണ്ട് എനിക്ക് ബുദ്ധിമുട്ടാണ്. ബ്രാഹ്മണ പ്രായശ്ചിത്തം ഇദ്ദേഹം ചെയ്യാൻ എൻ്റെ ബ്രാഹ്മണമൊക്കെ ക്യൂ നിൽക്കാൻ തുടങ്ങി. എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ നടുവേദനയാണ്, മുട്ടുവേദനയാണ് പറഞ്ഞ് അവർ എല്ലാവരും ഒരു പഞ്ചപാത്രം കൊണ്ട് വരാൻ തുടങ്ങി. എനിക്ക് ഒന്ന് തീർത്ഥം വേണം. അപ്പോൾ അങ്ങനെ ഭഗവാൻ ഏകനാഥസ്വാമികൾ സർവത്തിലും ഭഗവാനെ കണ്ടുവരുന്നത് ഒരു ഗുരുഭക്തൻ്റെ പെരുമയാണ്. അങ്ങനെ ആ ഗുരു കൃപ എന്നാൽ മതി. ശിവേരിഷ്ടേ ഗുരുസ്ത്രാത ഗുരൗരുഷ്ടോ നകശ്ചന. ശിവൻ കോപിച്ചാൽ രക്ഷപ്പെടുത്താൻ ഗുരു ഉണ്ടാവും. ഗുരു കോപിച്ച് കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടുത്താൻ നമുക്ക് ഒരാളില്ല. അതുകൊണ്ടാണ് ഗുരു അപരാധം പാടില്ല. ഒന്നുകൂടി പറയാം, ഒരു ചരിത്രം കൂടി പറഞ്ഞ് നമുക്ക് സമർപ്പിക്കാം. കാഞ്ചീപുരത്തിൽ തിരുക്കച്ചി നമ്പികൾ എന്നൊരു മഹാത്മാവ്. അദ്ദേഹം എപ്പോഴും ഭഗവാനക്ക് തിരുവാലവട്ട കൈകരിയാം, ഭഗവാനക്ക് വീശി കൊടുക്കുന്ന ആളാണ്. അങ്ങനെ വീശുന്ന സമയത്ത് നമ്മളൊക്കെ സാധാരണ വീഴും. രാത്രി സമയമായാൽ എന്താവും, പുറത്തിറങ്ങും, കഥവ് അടച്ചിട്ടേ പോകുള്ളൂ. ഇദ്ദേഹത്തിന് മാട്ടും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹം രാത്രി കൊണ്ട് വീശിക്കൊട്ടി രാത്രി ഇങ്ങനെ കഥ അടിച്ചപ്പോൾ എനിക്ക് വേർക്കുന്നുണ്ട്, എനിക്ക് വീശാൻ ഇദ്ദേഹം ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൂജ ചെയ്യുന്നവർക്ക് ഇദ്ദേഹത്തെ അത്ര വിശ്വാസമുള്ള ആളാണ്. അപ്പോൾ അമ്പലത്തിൽ ഇദ്ദേഹം ഉണ്ടാവും. അവയെ പുറത്ത് പൂട്ടിയിട്ട് ചെല്ലും. ഇദ്ദേഹം രാത്രി മുഴുവൻ ഭഗവാൻക്ക് വീശിയിരിക്കും. എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഇദ്ദേഹത്തോട് പറഞ്ഞാൽ മതി. വരദരാജ മുഖം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കാഞ്ചീപുരത്ത് ഭഗവാന്റെ പേരാണ് വരദരാജസ്വാമികൾ. വരദരാജൻ്റെ മുഖം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. എന്താ കാരണം, എന്തെങ്കിലും ആർക്കെങ്കിലും പറയണമെങ്കിൽ
ഭഗവാൻ ഇവരോട് പറയും, ഇവർ അദ്ദേഹത്തിന് ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ പറയും. അങ്ങനെ രാമാനുജാചാര്യനോട് ഇദ്ദേഹം പറഞ്ഞു, ഭഗവാൻ പറഞ്ഞു, അവിടെ കിണറുണ്ടല്ലോ അതിൽ നിന്നും വെള്ളം കൊണ്ട് കോരി കൊടുക്കാൻ രാമാനുജ സ്വാമിയോട് പറഞ്ഞോളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഭഗവാൻ നിങ്ങളോട് കുളിക്കാനുള്ള വെള്ളം കൊണ്ടു കൊടുക്കാൻ നിങ്ങൾ ഈ കിണറിൽ നിന്നും ശാലക്കിണറിന് ഒരു സ്ഥലം അവിടെ നിന്ന് കൊണ്ടു കൊടുക്കണം. അതാണ് ആ കിണറ്റിൻ്റെ വെള്ളമാണ് എനിക്കും ദേവിക്കും ശ്രീദേവിക്കും ഇഷ്ടം. ഇങ്ങനെ ഓരോരാൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ ഭഗവാൻ ഇദ്ദേഹത്തോടെ പറയുള്ളൂ. അങ്ങനെ വീശിക്കൊണ്ടിരിക്കും ഇദ്ദേഹം. അങ്ങനെ വീശിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ ഇപ്പോൾ ഇവിടെ വീശുന്നത് പോലെ പിന്നെ അവിടെയും വൈകുണ്ഠത്തിലും ഇതേപോലെ വീശാനുള്ള ഭാഗ്യം തരണേ. ഭഗവാൻ അത് പറ്റില്ല. അതെന്താ ഞാൻ നിങ്ങളോട് സംസാരിക്കേണ്ടതല്ല, വീശിക്കൊടുക്കുക. നീ എന്നോട് എനിക്ക് വീശി കൊടുക്കുന്നത് ഇപ്പോൾ സംസാരിക്കുന്നത് ഇതെൻ്റെ കണക്ക് തീരുന്നു. വൈകുണ്ഠം ചെന്നാൽ അത്ര എളുപ്പമില്ല. അതിന് ഗുരു കൃപ കിട്ടിയാലേ അവിടെ എത്താൻ പറ്റുള്ളൂ. അവിടെ ഇതിന് അതൊന്നും ബന്ധമില്ല. അപ്പോഴത്തെ സങ്കടമായി. ഞാൻ ഇത്ര അളവ് ഇങ്ങനെ പോലെ എവിടെയും കിട്ടും വിചാരിച്ചോ. ഇത് തിരുവാളവട്ട കേൾക്കുന്ന ഈ വാളവട്ടം നിങ്ങൾ തന്നെ പിടിച്ചോളൂ, ഞാൻ നിങ്ങൾ തന്നെ വീശിക്കോളൂ, ഞാൻ പോവാം ഗുവ കാണാൻ പോവാം. അത് അദ്ദേഹം ഉടനെ അടുത്ത ദിവസം പുറപ്പെട്ടു. ആ സമയത്താണ് ശ്രീരംഗത്തിൽ പെരിയ നമ്പികൾ എന്ന് ഒരു മഹാത്മാവ്, അദ്ദേഹം എന്നാൽ ഒരു ഗുരുനാഥൻ്റെ ഒരു ഭാഗവത കടാക്ഷം, ഒരു ഗുരുനാഥൻക്ക് ഇഷ്ടപ്പെട്ട ആളായിരുന്നു. ഇവിടെ വാ ഇങ്ങനെ ചെയ്യൂ. അങ്ങനെ ഒരു ഗുരുനാഥൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിരുന്നാൽ അവർക്ക് മാത്രമേ വൈകുണ്ഠത്തിൽ സ്ഥലം കിട്ടുന്നു. അപ്പോൾ ഇനി ഭഗവാനെ വിശ്വസിച്ച കാര്യമില്ലേ, അതിനു വേണ്ടി നേരെ ശ്രീരംഗം വന്നു. ശ്രീരംഗം വന്നപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ ഇദ്ദേഹം നേരിട്ട് ചെന്നാൽ ഭഗവാനെ നേരിട്ട് സംസാരിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ മര്യാദയ്ക്ക് വിളിക്കുള്ളൂ. അപ്പോൾ അതായത് വേഷം മാറി അദ്ദേഹത്തെ എല്ലാ ദിവസവും കുളിപ്പിക്കാൻ കാവേരിക്ക് കൊണ്ടുപോകുന്ന ഒരു കുതിരവണ്ടിക്കാരനുണ്ട്. ആ കുതിരവണ്ടിക്കാരനോട് ചോദിച്ചു എത്രയാണ് പൈസ കൊടുക്കാറുണ്ട്. ഒരു ദിവസം 5 രൂപയൊക്കെ കൊടുക്കാറുണ്ട്. ആ 5 രൂപ ഞാൻ തരാൻ ഈ വണ്ടിയും എനിക്ക് തരും. ആ കുതിരവണ്ടിക്കാരനോട് സംസാരിച്ച് ആ കുതിരവണ്ടിക്കാരനെ പോലെ വേഷവും ഇങ്ങനെ തലയൊക്കെ കട്ടി വേഷം മാറി വന്ന് നിന്നു. അദ്ദേഹം വന്ന് എൻ്റെ കാവേരിക്ക് പോകണം, ഞാൻ വണ്ടിയിൽ തയ്യാറാണെന്ന് പറഞ്ഞ് വണ്ടിയിൽ കയറ്റി. കുറേ ദൂരമാണ് കാവേരി ശ്രീരംഗത്തിൽ നിന്നും കുറച്ച് അവിടെ കുളിക്കുക. അതേ പ്രായമായതുകൊണ്ട് വണ്ടിയിലേ പോകുള്ളൂ. കുളി കഴിഞ്ഞ് തിരിച്ച് വണ്ടിയിൽ കയറ്റി. പൈസ 5 രൂപ കൊടുക്കണ്ടേ? കൊടുക്കുന്ന സമയത്ത് പൈസ വാങ്ങിയിട്ടില്ലേ. കുറച്ച് വേരാത്തിൽ കുറച്ച് മാറി നിന്നു. അവിടെ വിളിച്ചു, കുതിരവണ്ടിക്കാരാ ഇവിടെ വരൂ, കുതിരവണ്ടിക്കാരാ ഇവിടെ വരൂ. 2-3 പ്രാവശ്യം വിളിച്ച ശേഷം അവിടെ വേഷം മാറി വന്നതാണ്. ആ കിർക്കച്ചി നമ്പികളല്ലേ. എങ്ങനെയാണ്? ഞാനാണ് കുതിരവണ്ടിക്കാരനായി വന്നു. എന്താ ഭഗവാൻ പറഞ്ഞു, ഒരു ഭാഗവതർക്ക് ഇഷ്ടപ്പെട്ട ആളായി അദ്ദേഹം ഇവിടെ ഒരാളെ ഒരു ആജ്ഞ ചെയ്ത് വിളിക്കണ്ടേ. അങ്ങനെ ഒരു ഭാഗവതൻ്റെ ഒരു ആജ്ഞ ചെയ്യുന്ന വേലക്കാരനായി മഹരിയാളെ വൈകുണ്ഠത്തിൽ സീറ്റ് കിട്ടുള്ളൂ പറഞ്ഞു. അതിനു വേണ്ടി വേഷം മാറി വന്നതാണ്. അപ്പോൾ അദ്ദേഹവും മനസ്സിലായി. കാരണം നമ്മളുടെ ഭക്തി ചെയ്തിട്ട് ഒരു കാര്യമില്ലേ, ഗുരുകൃപ ഉണ്ടെങ്കിലേ അവിടെ ടോക്കൺ കിട്ടിയാലേ അവിടെ എത്താൻ പറ്റുള്ളൂ. അവിടെ ചെല്ലണമെങ്കിൽ ഗുരു കൃപയാകുന്ന ടോക്കൺ ഉള്ളവർക്ക് വൈകുണ്ഠത്തിൽ എത്താൻ സാധിക്കുള്ളൂ എന്നാണ് ആ ഗുരു കൃപയുടെ മഹിമ. ഇങ്ങനെ ഭഗവാന്റെ മഹിമ പറഞ്ഞ് നമുക്ക് സമർപ്പിക്കാം. ഗുരു കൃപ പറയാൻ തുടങ്ങിയുള്ള എത്ര ഭക്തന്മാരാണ്, ഓരോ മഹാത്മാക്കളും അങ്ങനെ ഇരിക്കുന്നു. രാമാനുജാചാര്യ പരമ്പരയിലും അതേപോലെ മധ്വാചാര്യ പരമ്പരയിലും അങ്ങനെ ഗുരുഭക്തന്മാരെ ഭഗവാൻ നേരിട്ട് വന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഭഗവാന്റെ ഭക്തന്മാർക്ക് പോലും ഭഗവാൻ നേരിട്ട് വരാറില്ല. ഗുരുഭക്തന്മാർക്ക് ഭഗവാൻ നേരിട്ട് വരും. അങ്ങനെയാണ് ആ ഗുരുഭക്തൻ്റെ മഹിമ. നമുക്ക് കൊണ്ടുവന്നിട്ട് ഗുരു കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കാം. ശീതലചരണം കോമലചരണം, ശീതലചരണം കോമലചരണം, ശീതലചരണം കോമലചരണം, ശീതലചരണം കോമലചരണം, അഞ്ജുലചരണം മമ ഗുരുചരണം, അഞ്ജുലചരണം മമ ഗുരുചരണം,
चरणं मम गुरुचरणं मञ्जुलचरणं मम गुरुचरणं प्रेमदाता प्राणनाथा प्रेमदाता प्राणनाथा सद्गुरुनाथा मम गुरुनाथा सद्गुरुनाथा मम गुरुनाथा सद्गुरुनाथा मम गुरुनाथा सद्गुरुनाथा मम गुरुनाथा शीतलचरणं कोमलचरणं शीतलचरणं कोमलचरणं मञ्जुलचरणं मम गुरुचरणं मञ्जुलचरणं मम गुरुचरणं अद्भुतचरणमनुग्रहचरणं अद्भुतचरणमनुग्रहचरणं अति अद्भुतचरणमनुग्रहचरणं सद्गुरुचरणं सदा भजाम्यहं सद्गुरुचरणं सदा भजाम्यहं सद्गुरुचरणं सदा भजाम्यहं सद्गुरुचरणं सदा भजाम्यहं। जय बोल सद्गुरु महाराज की जय। अपार महिमा हो अति अपार महिमा हो अपार महिमा हो अति अपार महिमा हो अपार महिमा गुरु कटाक्षम अपार महिमा हो अपार महिमा गुरु कटाक्षम अपार महिमा हो अपार अति अपार अति अति अपार महिमा हो अति अपार महिमा हो अपार अति अपार अति अति अपार महिमा हो अति अपार महिमा हो अपार महिमा कृपा कटाक्षम अपार महिमा हो अपार महिमा कृपा कटाक्षम अपार महिमा हो அழுந்தோறும் அணைக்கும் அன்றி என் குருநாதன் விழுந்தோறும் எடுக்கும் அப்பன் அழுந்தோறும் அணைக்கும் அன்னை குருநாதன் விழுந்தோறும் எடுக்கும் அப்பன் கொழுந்தோறும் காக்கும் தெய்வம் என் குருநாதன் எடுப்பதெல்லாம் குழந்தை கொழுந்தோறும் காக்கும் தெய்வம் என் குருநாதன் எடுப்பதெல்லாம் குழந்தை அபார மகிமா ஹோ அதி அபார மகிமா ஹோ அபார மகிமா ஹோ अति अपार महिमा हो अपार महिमा गुरु कटाक्षम अपार महिमा हो अपार महिमा गुरु कटाक्षम अपार महिमा हो अति अपार महिमा हो अति अपार महिमा हो। जय बोल सद्गुरु महाराज की जय। बोलो नारायणा जय जय विठ्ठला 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 नारायणा रंग रंग विठ्ठला लक्ष्मी नारायणा रंग रंग विठ्ठला नारायणा रंग रंग विठ्ठला लक्ष्मी नारायणा रंग रंग विठ्ठला गोविंद विठ्ठला गोपाल विठ्ठला गोविंद विठ्ठला
गोविन्द विठ्ठल गोपाल विठ्ठल श्रीरंग विठ्ठला पांडुरंग विठ्ठला श्रीरंग विठ्ठल पांडुरंग विठ्ठल श्रीरंग विठ्ठला पांडुरंग विठ्ठला श्रीरंग विठ्ठल पांडुरंग विठ्ठल बोलो नारायणा जय जय विठ्ठला बोलो नारायणा जय जय विठ्ठल जय जय विठ्ठला जय जय विठ्ठल जय विठ्ठला जय जय विठ्ठल जय जय विठ्ठला जय जय विठ्ठल जय जय विठ्ठला जय जय विठ्ठल विठ्ठला जय जय विठ्ठल बोलो नारायणा जय जय विठ्ठला बोलो नारायणा जय जय विठ्ठल बोलो नारायणा जय जय विठ्ठला बोलो नारायणा जय जय विठ्ठल जय विठ्ठला जय जय विठ्ठल सर्वत्र गोविंद नाम संकीर्तनं गोविन्द गोविन्द और नामावली पढ़े सुंदर नंद मुकुंद हरिनारायण हरि बोल हरि सुंदर नंद मुकुंद हरि नारायण हरि बोल हरि सुंदर नंद मुकुंद हरिनारायण गोपाल हरि सुंदर नंद मुकुंद हरि नारायण हरि बोल हरि केशव हरि गोविंद हरिनारायण गोपाल हरि केशव हरि गोविंद हरि नारायण हरि बोल सुंदर नंद मुकुंद हरिनारायण हरि बोल हरि सुंदर नंद मुकुंद हरि नारायण हरि बोल आओ रे कान्हा रे गोकुल के प्यारे 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 आओ रे नाचो रे रास रचाओ रे सब गाओ रे नाचो रे रास रचाओ रे हरि सुंदर नंद मुकुंद हरि नारायण हरि बोल हरि सुंदर नंद मुकुंद हरि नारायण हरि बोल हरि केशव हरि गोविंद हरिनारायण हरि बोल हरि केशव हरि गोविंद हरिनारायण हरि बोल हरि सुंदर नंद मुकुंद हरिनारायण हरि बोल हरि सुंदर नंद मुकुंद हरिनारायण हरि बोल हरिनारायण हरि बोल हरिनारायण हरि बोल नारायण हरि बोल हरिनारायण हरि बोल सर्वत्र गोविंद नाम संकीर्तनं गोविन्द गोविन्द गुरुनाथ देव कीर्तन हिंदी वाला स्वजन हृदमल सरोवर विकसित सरसी उगम चरणा गंभीर गमन करुणायतनय